ഡിവോഴ്സിന് ശേഷം ആദ്യമായാണ് അയാൾ അവളെ കാണുന്നത്. ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അയാൾ വിട്ടില്ല. നിഷ, എന്താ ഇവിടെ? ഹസ് കൂടെ വന്നില്ലേ? അത് പിന്നെ ഞാൻ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. അദ്ദേഹം പുറകെയുണ്ട്, ഞാൻ പോട്ടെ. വെപ്രാളത്തോടെ അത്രയും പറഞ്ഞിട്ട് അവൾ ധൃതിയിൽ നടന്നു പോയപ്പോൾ അയാൾക്ക് വല്ലായിക തോന്നി. പിരിയുന്ന ദിവസം കോടതി മുറ്റത്ത് വെച്ച് രണ്ടുപേരും ഒരു കണ്ടീഷൻ വെച്ചിരുന്നു. ഇനി മുതൽ നല്ല സുഹൃത്തുക്കളായിരിക്കുമെന്നും കഴിഞ്ഞു പോയതെന്ന് ഓർമ്മയിൽ സൂക്ഷിക്കരുതെന്നും ഉള്ളിൽ വൈരാഗ്യം വെക്കരുതെന്നും ഒക്കെ. അതിനുശേഷം അയാൾ ഗൾഫിലേക്ക് പോയതുകൊണ്ട് അവളെക്കുറിച്ച് ഓർക്കാനോ അന്വേഷിക്കാനോ സമയം കിട്ടിയില്ല എന്നതാണ് സത്യം. തൻ്റെ മുഷിഞ്ഞ കുടി കാരണം ജപ്തി ഭീഷണി നേരിട്ട കുടുംബവീട് നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് അയാൾ ഗൾഫിലേക്ക് പോയത്. അവർ തമ്മിലുള്ള ബന്ധം പിരിയാനുള്ള കാരണവും അയാളുടെ മദ്യപാനം തന്നെയായിരുന്നു. തറവാട്ടിൽ പ്രായമായ അമ്മയും വിധവയായ പെങ്ങളും ഉണ്ടായിരുന്നു. അവരുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന അവസ്ഥയിൽ കൂട്ടുകാരൻ സമ്മാനിച്ച ഫ്രീ വിസയിൽ അയാൾക്ക് ഗൾഫിലേക്ക് പോയേ മതിയാവുകയുള്ളായിരുന്നു. 4-5 മാസങ്ങൾക്ക് ശേഷം നാട്ടിലുള്ള ഒരു കൂട്ടുകാരനുമായി സംസാരിക്കുന്നതിനിടയിലാണ് നിഷയുടെ 2ാം വിവാഹം കഴിഞ്ഞത് അയാൾ അറിയുന്നത്. അത് കേട്ടപ്പോൾ ഹൃദയത്തിൽ എവിടെയോ ഒരു നൊമ്പരമുണ്ടായി. താൻ എന്തിനു വിഷമിക്കണം? ഒരിക്കൽ അവൾ തൻ്റെ ഭാര്യയായിരുന്നു. പക്ഷേ പൊരുത്തപ്പെടാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവൾ തന്നിൽ നിന്നും മോചനം നേടി പോയതല്ലേ. അന്ന് താൻ അവളെ തടഞ്ഞില്ലല്ലോ. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ആശംസിച്ചല്ലേ അയച്ചത്. പിന്നെ ഇപ്പോഴെന്തിനാ പരിതപിക്കുന്നത്? ആത്മവേദനയിൽ നിന്നും സ്വയം മുക്തി നേടാൻ അയാൾ ശ്രമിച്ചെങ്കിലും ഒരിക്കൽ തൻ്റെ എല്ലാമായിരുന്ന അവൾ മറ്റൊരാളുടേതാകുന്നു എന്ന സത്യം ഉൾക്കൊള്ളാൻ അയാൾക്ക് ഏറെ സമയം വേണ്ടി വന്നു. പിന്നെ 1 വർഷത്തിനു ശേഷം നാട്ടിലെത്തിയപ്പോഴാണ് യാദൃശ്ചികമായി അവളെ ടൗണിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. അവൾ കയറിപ്പോയ സൂപ്പർ മാർക്കറ്റിലേക്ക് അയാളും കയറി ചെന്നു. നാപ്കിനുകൾ അടുക്കി വെച്ചിരിക്കുന്ന ഷോക്കേഴ്സുകൾക്ക് മുന്നിലായി സാനിറ്ററി പാഡ് തിരഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന അവളെ ദൂരെ നിന്ന് അയാൾ വീക്ഷിച്ചു. പരിസരത്തൊന്നും ആരുമില്ല. ഹസ് പുറകെയുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാളെയും കാണുന്നുമില്ല. മടിച്ചു മടിച്ച് അവളുടെ അടുത്തേക്ക് അയാൾ മെല്ലെ നടന്നു ചെന്നു. ഹസ് എത്തിയില്ലേ? കണ്ടാലൊന്ന് പരിചയപ്പെട്ടിട്ട് പോകാമെന്ന് കരുതി. അയാളുടെ ശബ്ദം കേട്ട് ഒരു ഞെട്ടലോടെ അവൾ തിരിഞ്ഞു നോക്കി. വരാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ എവിടെ പോയാലും അയാൾ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ചിലപ്പോൾ ദൂരെ എവിടെ നിന്നെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ പരിണിത ഫലം അറിയുന്നത് ഞാൻ വീട്ടിലെത്തുമ്പോഴാണെന്ന് മാത്രം. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ആഴത്തിൽ പതിഞ്ഞ ഭീതി അയാൾ കാണുന്നുണ്ടായിരുന്നു. വാക്കുകളിലെ വെറുപ്പ് ഭർത്താവിനോടുള്ള വിയോജിപ്പായിരുന്നുവെന്നറിഞ്ഞപ്പോൾ അയാൾക്ക് അതിശയം തോന്നി. അല്ല നിഷേ, നിങ്ങൾ തമ്മിൽ നിന്ന് പിണങ്ങിയിട്ടാണോ ഇറങ്ങിയത്? ഹേ, അതിന് പിണങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലല്ലോ. ഞാനെങ്ങാനും പിണക്കം കാണിച്ചാൽ ഉടനെ ചോദിക്കും, നീ വേറെ ആരെയെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോടി എന്ന്. ഇനി എന്നെ ഉപേക്ഷിച്ച് പോകാനാണ് പ്ലാനെങ്കിൽ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല എന്നൊരു ഭീഷണി ഉണ്ടാകും. അവളത് പറഞ്ഞപ്പോൾ അയാൾക്ക് അമ്പരപ്പ് തോന്നി. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമല്ലേ ആയിട്ടുള്ളൂ നിഷേ. അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇത്ര വലിയ വിള്ളലുകളുണ്ടായോ? അയാളും എന്നെപ്പോലെ ഒരു മദ്യപാനിയായിരുന്നോ? അങ്ങനെ ആയാൽ മതിയെന്ന് ഇപ്പോൾ ഞാൻ ആശിച്ചു പോകുന്നു. മദ്യപിച്ച് ബോധരഹിതനായി കിടന്നുറങ്ങുന്ന സമയത്തെങ്കിലും എനിക്കൊരു സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു. എൻ്റെ ബെഡ്റൂമിൻ്റെ ജനലുകൾ എനിക്ക് തുറന്നിടാമായിരുന്നു. മുറ്റത്തെ ചെടികൾ നനയ്ക്കാമായിരുന്നു. എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യാമായിരുന്നു. എനിക്ക് ഉറക്കെ ഒന്ന് സംസാരിക്കാമായിരുന്നു. ഇതിനൊന്നും കഴിയാതെ കാരാഗൃഹത്തിലെന്ന പോലെ ജീവിച്ച ഞാൻ സഹികെട്ടു. സംശയാലുവായ ഭർത്താവിനൊപ്പം ജീവിക്കുന്നതിലും ഭേദം ഒരു മദ്യപാനിയോടൊപ്പം ജീവിക്കുന്നത് തന്നെയായിരുന്നുവെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഭാര്യയെ പരിപൂർണ വിശ്വാസമുള്ള ഒരാൾക്ക് ബോധരഹിതനായി ഉറങ്ങാൻ കഴിയൂ. തന്നെ പൂർണ്ണ വിശ്വാസമുള്ള ആളോടൊപ്പം ജീവിക്കാനായിരിക്കും ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത്. അതോർക്കുമ്പോൾ നിങ്ങളെ എനിക്കിപ്പോൾ വല്ലാതെ മിസ് ചെയ്യുന്നു. അത് കേട്ടയാൾ നിർനിമേഷനായി നിന്നു. ദേ, അയാൾ വരുന്നുണ്ട്, ഞാൻ പോകട്ടെ. സൂപ്പർ മാർക്കറ്റിൻ്റെ മുൻവശത്ത് ഒരു പഴയ അംബാസഡർ കാർ വന്ന് നിൽക്കുന്നത് കൂളിംഗ് ഫിലിം ഒട്ടിച്ച ഗ്ലാസ്സിലൂടെ കണ്ട അവൾ വേഗം സാനിറ്ററി നാപ്കിനും എടുത്ത് ക്യാഷ് കൗണ്ടറിലേക്ക് നടന്നു. സൂപ്പർ മാർക്കറ്റിനകത്തേക്ക് നടന്നു വന്ന അവളുടെ ഭർത്താവിനെ അയാൾ കണ്ടു. കൗണ്ടറിൽ വെച്ച് പണമടച്ചു കഴിഞ്ഞ അവളെയും കൊണ്ട് ഭർത്താവ് തിരിച്ച് കാറിൽ കയറി പോകുന്നത് നഷ്ടബോധത്തോടെ അയാൾ നോക്കി നിന്നു. വീട്ടിൽ തിരിച്ചെത്തിയിട്ടും അവളെക്കുറിച്ച് ചിന്തകളാൽ അയാളുടെ മനസ്സ് അസ്വസ്ഥമായി. രാത്രി ഏറെ വൈകിയിട്ടും നിദ്രാവിഹീനനായി അയാൾ കിടന്നു. പിറ്റേന്ന് കൂട്ടുകാരനോട് അന്വേഷിച്ചറിഞ്ഞ അവളുടെ വീട്ടിലേക്ക് അയാൾ ധൈര്യപൂർവ്വം ചെന്നു. കോളിംഗ് ബെൽ അമർത്തുമ്പോൾ അവളുടെ ഭർത്താവിനെയാണ് പ്രതീക്ഷിച്ചതെങ്കിലും അവളായിരുന്നു വാതിൽ തുറന്നത്. അയാളെ കണ്ടപ്പോൾ തലേ ദിവസത്തെ പോലെ അവൾ ഞെട്ടിയില്ല. പക്ഷേ അവളുടെ മുഖത്തൊരു ചോദ്യഭാവമുണ്ടായിരുന്നു. എന്നെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, പക്ഷെ ഒന്നുകൂടി കാണാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്
ആഗ്രഹിച്ചിരുന്നു. അവൾ ലജ്ജയോടെ മിഴികൾ താഴ്ത്തി. അയാൾ ഇവിടെയില്ലേ? ഇല്ല, അങ്ങേരുടെ അമ്മാവൻ മരിച്ചെന്ന് രാവിലെ ഫോൺ വന്നു. പെട്ടെന്ന് തന്നെ ഒരുങ്ങിപ്പോയി. ആള് കൂടുന്നിടത്തൊന്നും എന്നെ അങ്ങനെ കൊണ്ടുപോകാറില്ല. അത് നന്നായി. അതുകൊണ്ട് എനിക്ക് നിന്നോട് തനിച്ച് സംസാരിക്കാൻ അവസരം കിട്ടി. മുഖവുരയില്ലാതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അന്ന് നിന്നേക്കാൾ എനിക്കിഷ്ടം മദ്യത്തോടായിരുന്നു. അതുകൊണ്ടാണ് നീ ഡിവോഴ്സ് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ സഹകരിച്ചത്. ഇപ്പോൾ പക്ഷേ മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. പഴയതുപോലെ ഞാനിപ്പോൾ മദ്യപിക്കാറില്ല. എന്നുവെച്ച് നിന്നോടുള്ള വിശ്വാസം ഒട്ടും കുറഞ്ഞിട്ടുമില്ല. ഇനിയും നിനക്ക് ഇവിടുത്തെ ജീവിതം സഹിച്ചു പോകാൻ കഴിയുന്നില്ലെന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ മറ്റൊന്നും ആലോചിക്കേണ്ട. നിനക്ക് സർവ്വ സ്വാതന്ത്ര്യത്തോടും ജീവിക്കാനുള്ള ഒരിടം എൻ്റെ ജീവിതത്തിൽ നിനക്കായി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. എൻ്റെ വിളിക്ക് കാത്തു നിൽക്കാതെ ഏത് പാതിരാത്രിയിലും നിനക്കെൻ്റെ ഹൃദയത്തിൽ വന്ന് ചേക്കേറാം. ശരി, എന്നാൽ ഞാൻ ഇറങ്ങുന്നു. അയാൾ മുറ്റത്തേക്കിറങ്ങി നടന്നു മറയുന്നത് അശ്രുകണങ്ങൾ നിറഞ്ഞ് കാഴ്ച മങ്ങുന്നത് വരെ അവൾ നോക്കി നിന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.